ഈ പറയുന്ന ചടയമംഗലം മണ്ഡലം MM നസീർ എന്ന് പറയുന്ന ഒരു ആളിന് കൊടുത്തു. അവിടെ INTUC പ്രസിഡന്റ് അദ്ദേഹം മത്സരിക്കാൻ അവിടെ സജ്ജമായിട്ട് നിൽക്കുകയാണ്. INTUC എതിര് പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി പുനലൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് കൊടുത്തതുകൊണ്ടാണ് അവിടെ വിഷയം നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ ഒറ്റ തീരുമാനം എടുക്കണം. ഒരു ഏകകക്ഷി ഭരണം അല്ലെങ്കിൽ ഏകകക്ഷി മുന്നണി പിരിച്ചുവിട്ടെ. കേരളത്തിൽ ഞങ്ങൾ മുന്നണി ഒറ്റ ആരും വേണ്ട. അങ്ങോട്ട് പോയി ചെല്ലുമ്പോൾ അവിടെ ലീഗിന് എതിർപ്പൊന്നുമില്ലായിരുന്നു. 27 സീറ്റ് അവർ സമ്മതം പ്രകടിപ്പിച്ചതാണ്. അതാണ് PJ ജോസഫിന്റെ 2 സീറ്റുകൾ എടുക്കുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മുന്നണിയിൽ തർക്കമൊന്നുമില്ല. അല്ല, മുന്നണി തർക്കമില്ലെങ്കിലും പാർട്ടിക്കാർ, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്കാർ, പുനലൂരിലെ മുനിസിപ്പൽ കൗൺസിലറാണ്, ചെയർമാൻ, ഉപാധ്യക്ഷനല്ല, പ്രതിപക്ഷ നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത്. നടപടി എടുത്തിട്ടില്ല ഇതേവരെ. കോൺഗ്രസ് തയ്യാറുണ്ടോ? കോൺഗ്രസ് ഇനി താങ്കൾ പറഞ്ഞു ഇവിടെ ആരൊക്കെയോ ലൈനിൽ വന്നുവെന്ന്. ആരാണ്? കെ സുധാകരൻ അടങ്ങിയിരിക്കുമോ? ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഇദ്ദേഹം പറയുണ്ടായ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു മുറിവേറ്റ സിംഹത്തിൻ്റെ അവസ്ഥ അറിയാമോ? മുറിവേറ്റ സിംഹം എന്തു ചെയ്യും? തൽക്കാലം മുറിവ് ഉണങ്ങുന്നവരെ നിൽക്കും. അത് കഴിയുമ്പോൾ അവൻ വീണ്ടും അവൻ്റെ പഴയ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊന്നും ശുഭകരമല്ലെന്നേ. ഇവിടെ എവിടെയാണ് ശുഭകരം? ഇനി ഞാൻ മറ്റു കാര്യം ചോദിക്കാം. ജോസഫ് ആഴക്കനും ദീപ്തിയും ഒക്കെ അടങ്ങിയിരിക്കും. കെ സുധാകരൻ അടങ്ങിയിരിക്കും. കെ സുധാകരൻ ഫാക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. നടക്കാൻ വയ്യ, എണ്ണിച്ച് നിൽക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ വിഷ്വൽസൊക്കെ കണ്ടാൽ അറിയാം, പിടിച്ചുകൊണ്ട് പോകണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അൽഷിമേഴ്സ് ബാധിതനാണ്. ആ ഒരാളാണ് ഇനി ഞാൻ കോൺഗ്രസിനെ നയിക്കും. അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് TO മോഹനെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ അനാരോഗ്യമുണ്ട്. പക്ഷേ അതൊക്കെ വകവയ്ക്കാതെ തന്നെയാണ് അദ്ദേഹം സജീവമായി നിൽക്കുന്നത്. അദ്ദേഹത്തെ ആ രീതിയിൽ താങ്കൾ ആക്ഷേപിക്കേണ്ട. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു.